ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടമാലയാണ്. നമ്മൾ സാധാരണ മുട്ട വെച്ചിട്ടല്ല ഞാൻ മുട്ടമാല ഉണ്ടാക്കുന്നത്. സാധാരണ മുട്ട വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞ കൊണ്ടും മുട്ടമാലയും വെള്ള കൊണ്ട് പിഞ്ഞാണത്തപ്പാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ പിഞ്ഞാണത്തപ്പൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ പാർട്സ് വാങ്ങിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള മുട്ടയാണിത്. ഇത് ഞാനിപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മുട്ടമാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പാട മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് അരിപ്പയിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പൂണ് വെച്ചിട്ട് നമുക്കിത് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പാട വേറെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിത് പാട സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മുട്ട വെച്ചിട്ട് മുട്ടമാല ഉണ്ടാക്കി നോക്കുന്നത്. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കാമെന്ന് മുട്ടമാല ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോഴാണ് ഈ മുട്ട കിട്ടിയത്. ഈ മുട്ട കിട്ടിയപ്പോൾ എനിക്കിതെന്ത് ചെയ്യണമെന്നൊന്നും ആദ്യം ഒരു പിടിയുണ്ടായിരുന്നില്ല. ഇത് കറിയിലിട്ട് കഴിഞ്ഞാൽ അധികം ആരും ഇവിടെ കഴിക്കാത്തൊരു മുട്ടയാണിത്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് മുട്ടമാല ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ സാധാരണ മുട്ട വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാട്ടും നന്നായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു മുട്ട വെച്ചിട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. നമ്മൾ മുട്ടമാല ഉണ്ടാക്കാൻ അറിയാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ മുട്ട കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചിട്ട് ഇതുപോലത്തെ മുട്ടയോട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരു തവണ ഉണ്ടാക്കിയിട്ട് നമുക്ക് ശരിയായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാതിരിക്കരുത്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാലേ മുട്ടമാല നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഞാനൊക്കെ അതുപോലെ ഒരുപാട് തവണ ഉണ്ടാക്കി നോക്കിയിട്ടാണ് എനിക്ക് ഇതുപോലെ പെർഫെക്റ്റായിട്ട് മുട്ടമാല ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതിനൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 400 ml ബോട്ടിലാണ്. ഇതിൽ ഫുള്ളായിട്ട് കൊള്ളില്ല. അപ്പം ബാക്കി നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൽ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലൊരു ബോട്ടിലാണ്. ഇതിൻ്റെ ഹോളൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള ഹോളാണ്. ഇതുപോലത്തെ ബോട്ടിൽ ഇല്ലാത്തവർ നമ്മൾ സാധാരണ കുപ്പീൻ്റെ അടപ്പിന് ഹോളിട്ടിട്ടും ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുകയും ചെയ്യുന്ന പെട്ടെന്ന് നമുക്ക് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരുപാട് തിളച്ച് വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നൂൽ പരുവ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് കൈക്കൊന്ന് സ്റ്റിക്കി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ പാകമാവും. അപ്പം തന്നെ നമുക്കിതിലേക്ക് മുട്ടമാല വലിച്ചു കൊടുക്കാൻ പറ്റും. അധികം ആൾക്കാരും പറയുന്നതാണ് മുട്ടമാല ഉണ്ടാക്കിയിട്ട് നന്നാവുന്നില്ല എന്ന്. അപ്പോൾ നന്നാവാത്തത് ചിലപ്പോൾ അവർ നല്ലോണം കുറച്ചൊന്ന് ഒരു സ്റ്റിക്കാവുന്ന പരുവം ആവാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല ഒരു സ്റ്റിക്കാവുന്ന പരുവത്തിലെടുക്കുന്നത് കൊണ്ടായിരിക്കും. ഇതിൻ്റെ പഞ്ചസാരൻ്റെ ഈ ഒരു സിറപ്പ് ശരിയായി കിട്ടാൻ മാത്രമേ നമുക്ക് മുട്ടമാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നാവുകയുള്ളൂ. നമ്മുടെ മുട്ടമാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ മുട്ടമാലയുടെ മാല ഇങ്ങനെ നുറുങ്ങിപ്പോവാതിരിക്കാനാണ് ഈ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കഴിഞ്ഞാൽ മുട്ടമാല ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ മാല അങ്ങ് നുറുങ്ങിപ്പോവില്ല. അതുപോലെ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ടമാല വലിച്ചു കൊടുക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ വലിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ഇതിങ്ങനെ വിട്ട് നിൽക്കുകയുള്ളൂ. ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ഇത് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. 1 മിനിറ്റൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇങ്ങനെ മുട്ടമാല. ഒരുപാട് സമയമൊന്നും എടുക്കൂല. നമ്മുടെ മുട്ടമാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ
നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഈ പഞ്ചസാരൻ്റെ സിറപ്പ് നല്ലോണം സ്റ്റിക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് മുട്ടമാല ഒരു സ്റ്റിക്കായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കിത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കണം. അന്നേരം ഈ സിറപ്പെല്ലാം ഒരു സൈഡിലേക്ക് ഊറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെരിച്ച് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതും കൂടി ഇതിലേക്ക് ചുറ്റിച്ചെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ അടുത്ത മുട്ടമാലയും കൂടി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് മുട്ടമാലയാണിത് വലിച്ചു കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മളെ സിറപ്പൊക്കെ ഒരു വക വെറ്റിയിട്ടുണ്ടാവും. നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ ഊറി നിന്ന സിറപ്പ് നമുക്കിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരളവിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത്രയും പഞ്ചസാരയുടെ സിറപ്പ് മതിയാകും. ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആ പാത്രത്തിൽ നിന്ന് അടുത്തത് എടുക്കുന്ന സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് അതും ചെരിച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടെല്ലാം ആറിയതിന് ശേഷം മാത്രം ഒന്ന് കൈകൊണ്ട് കുടഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് നുറുങ്ങി പോവില്ല, നല്ല മാല പോലെ കിട്ടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.